ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 1970 നവംബർ 29 ഗുരുവായൂർ ക്ഷേത്രം അഗ്നിബാധയ്ക്കിരയായി. ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളുടെ അനുഭവമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഏവരെയും കോരിത്തരിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു തീഷ്ണത ഉണ്ടാകും. തീർച്ചയായിട്ടും ആ കഥ കേൾക്കാം. ഈ കഥ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത് മറ്റൊരു കൃഷ്ണാനുഭവ ചാനലിലായിരുന്നു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കോരിത്തരിപ്പായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കൂടി ഈ കഥ അറിയണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രകലാധരൻ മേനോനാണ്. ബോംബെയിലാണ് സ്ഥിര താമസം. ബോംബെയിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് 80 വയസ്സുണ്ട് ഇപ്പോൾ. 1970 നവംബർ 29 അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിട്ട് ജീവിച്ച് വരുന്ന ആളായിരുന്നു. പക്ക കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശനമായിരുന്നു അന്ന് നവംബർ 29. എന്നാൽ ഇത്തരം പരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് മലമ്പുഴ ഡാമിലൊക്കെ കറങ്ങി. അതിനുശേഷം കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഇന്ന് പോലീസുകാരുടെ വിളക്കാണ്, നമുക്ക് ഗുരുവായൂർ പോയാലോ? ആനയും പഞ്ചവാദ്യവും ഒക്കെ കാണാം, നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല, എന്നാലും ആനയും പഞ്ചവാദ്യവും ഒക്കെ കാണാം, അതൊരു രസമാണല്ലോ എന്ന് കരുതി ഇവരെല്ലാവരും കൂടി ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭഗവാനെ തൊഴുതതിന് ശേഷം പുറത്തു വന്നു. ഒരു ആൾ പറഞ്ഞു വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവർ ഹോട്ടലിലൊക്കെ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ശേഷം ഒരു സിനിമ കണ്ടാലോ എന്ന് തോന്നി. അങ്ങനെ MG രാമചന്ദ്രൻ്റെ ഒരു സെക്കൻഡ് ഷോയൊക്കെ കണ്ട് സിനിമയെല്ലാം കണ്ട് അവർ ലോഡ്ജിലേക്ക് തിരിച്ചു വരികയാണ്. ശേഷം ഒരു കോറമുണ്ടൊക്കെ ചുറ്റിക്കൊണ്ട് അദ്ദേഹം വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കൂടെയുള്ള പയ്യന്മാരുമുണ്ട്. അപ്പോഴാണ് അമ്പലത്ത് നിന്ന് ഇങ്ങനെ പുക വരുന്നത് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടെയുള്ളൊരു പയ്യൻ പറയാണ്, കൂട്ടുകാരൻ പറയാണ്, അയ്യോ ചന്ദ്രേട്ടാ, അമ്പലത്ത് നിന്ന് പുക വരുന്നത് കണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വിശ്വാസങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം വെറുതെ തമാശയിൽ പറഞ്ഞു, ഗുരുവായൂരപ്പന് കുളിക്കാൻ ചൂടുവെള്ളം വെച്ചതാകുമെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ തീയും കണ്ടു. അതും കൂടി കണ്ടപ്പോൾ ചന്ദ്രേട്ടനും കൂട്ടുകാരും ചേർന്ന് ഓടി അമ്പലത്തിലേക്ക് എങ്ങനെയോ പ്രവേശിച്ചു. അപ്പോഴേക്കും അമ്പലം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിച്ചള പാത്രങ്ങളിലും മറ്റതിലൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവരും അതിൻ്റെ കൂടെ കൂടുകയാണ്. അവിടെയുള്ള വെള്ള പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ മുക്കി ഒഴിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഫയർ സർവീസുകാർ അവിടേക്ക് എത്തുകയാണ്. അതിലുള്ള സർവീസിലുള്ള ഒരു ഓഫീസർ ചന്ദ്രേട്ടനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഒരു ഹോഴ്സ് തന്നാൽ പിടിക്കാൻ സാധിക്കുമെന്ന്. ഗണപതിക്കാവിൻ്റെ കുറച്ചടുത്ത് നിന്ന് നിൽക്കുന്ന അവിടെ നിന്ന് അദ്ദേഹം ഒരു ഹോഴ്സ് കൊടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഹോഴ്സ് പിടിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു ആവേശം മൊത്ത് മുന്നോട്ടങ്ങ് പോവുകയാണ്. പെട്ടെന്ന് ഈ ഒരു ഓഫീസർ അദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മുകളിൽ നിന്ന് കത്തി അമർന്നുകൊണ്ട് ഒരു വലിയൊരു മരക്കഷണം ആ ഭാഗത്തേക്ക് വീഴുകയാണ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രേട്ടനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, മരമണ്ട എന്ന് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് വിളിക്കുകയാണ് ദേഷ്യത്തിൽ. കാരണം അപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ആ മരക്കഷ്ണം ഇയാളുടെ മേലായിരുന്നു വന്ന് പതിക്കുക. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെമ്പ് പാത്രങ്ങളൊക്കെ ഉരുകി തുടങ്ങിയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയാവുകയാണ്. കൂടെയുള്ള ഫയർ സർവീസിലുള്ള ഓഫീസർ പറയാണ്, നിനക്കറിയോ ഇപ്പോൾ ഇവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നിനക്കറിയോ? ഇവിടെയുള്ള ചെമ്പ് പാത്രങ്ങൾ പോലും ഉരുകുന്നുണ്ട്, കണ്ടോ? 600 ഡിഗ്രി സെൽഷ്യസിന് മേലെ ഇവിടെ ചൂടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രേട്ടൻ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. പക്ഷേ അവിടെ ഭഗവാന് ചാർത്തിയ പൂവിന് ഒരു വാട്ടം പോലും ഇല്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ചെറിയ നമസ്കാര മണ്ഡപത്തിലൊരു ഓലക്കുടയുണ്ട്, അതിനും ഒന്നും സംഭവിച്ചില്ല. ബാക്കിയെല്ലാം കത്തി അമർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ നെഞ്ചിലിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു നമ്പൂതിരി അവിടെ ഒരു മണ്ഡപത്തിന് അടുത്തായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരനായിരുന്നു വേങ്ങേരി നാരായണൻ നമ്പൂതിരി കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്രേട്ടൻ ഓടിച്ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ ഗുരുവായൂരപ്പൻ അവിടെ ശ്രീകോവിലിനുള്ളിലുണ്ട്, ആ വിഗ്രഹം എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അദ്ദേഹം വെപ്രാളം പൂണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരനായ നമ്പൂതിരിയോട് പറയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിന്റെ ഗുരുവായൂരപ്പനോ? നിന്റെ ഗുരുവായൂരപ്പനോ? അതെ, എൻ്റെ ഗുരുവായൂരപ്പനാണ്. എൻ്റെ ഗുരുവായൂരപ്പൻ എന്തെങ്കിലും പറ്റും, നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഗുരുവായൂരപ്പനെ എടുക്കണമെന്ന് ചന്ദ്രേട്ടൻ വെപ്രാളം കൊണ്ട് പറയാണ്. അങ്ങനെ അദ്ദേഹവും ആ നമ്പൂതിരിയും ചേർന്നുകൊണ്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി ഭഗവാന്റെ വിഗ്രഹം പൊക്കുകയാണ്. ചെറിയൊരു കുട്ടിയെ പിടിക്കുന്ന പോലെ അതങ്ങ് എടുത്തു വയ്ക്കുകയാണ്. കൂടെ ഉള്ളവർ ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെയുള്ളവർ വിചാരിച്ചത് ചന്ദ്രേട്ടൻ എന്തെങ്കിലും പറ്റിക്കാണും, അദ്ദേഹം അമ്പലത്തിനുള്ളിലേക്ക് കയറിയല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് കൂടെയുള്ളവരൊക്കെ കരയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, എനിക്ക് മനസ്സിന് ഒട്ടും വയ്യ, എനിക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ പൊള്ളാച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് എത്തിയിട്ട് ചേട്ടനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് സഹോദരനെ ദേഷ്യം പിടിക്കുകയാണ്. കാരണം സഹോദരൻ്റെ ഗൃഹപ്രവേശന സമയത്താണ് കൂട്ടുകാരുടെ കൂടെ ചന്ദ്രേട്ടൻ പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ്. മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വിശ്വാസമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ നീ ഒരു മഹാപാപിയാണ്, മഹാപാപി പോയപ്പോൾ അമ്പലം കത്തി നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ ചെവി പൊട്ടുന്ന ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും മിണ്ടിയില്ല ചന്ദ്രേട്ടൻ. എന്നിട്ട് ഏടത്തിയമ്മയോട് പറയാണ്, എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും തരൂ, കാരണം ശരീരം മുഴുവൻ കരിയൊക്കെ പിടിച്ച് ഡ്രസ്സൊക്കെ കരി പിടിച്ച് ആകെ കോലം കെട്ടിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലണത്. അങ്ങനെ ഏടത്തിയമ്മ ഒരു നല്ല ഡ്രസ്സൊക്കെ കൊടുത്തു. ഏടത്തിയമ്മ പറഞ്ഞു കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുളിച്ചിട്ട് പിന്നീട് നേരെ പോയത് പൂജാ റൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ ഗുരുവായൂരേക്ക് പോകുന്നതിന് മുന്നേ വരെ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭഗവാനോട് ഒട്ടും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. പൂജാ റൂമിൽ പോവാറില്ല, പ്രാർത്ഥിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അവർക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. സത്യം അവരുടെ ഏട്ടൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അനിയൻ ഇതുപോലെ ഭസ്മമൊക്കെ ധരിച്ച് കിട്ടിയാൽ ഞാൻ തിരുപ്പതി പോയിട്ട് മൊട്ടയടിക്കാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അത്ഭുതം കണ്ടപ്പോൾ അവർ ഞെട്ടുകയാണ്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് മാറാനെന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസം പിന്നീട് കൈവിട്ടില്ല. അതിനുശേഷം വിവാഹം കഴിഞ്ഞു, ഭാര്യയുമായിട്ട് ഒരുപാട് തവണ ഗുരുവായൂരെത്തി, കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളുടെ ചോറൂണും എല്ലാം ഗുരുവായൂർ വെച്ചിട്ട് തന്നെ നടത്തി. അങ്ങനെ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. അപ്പോൾ ഭഗവാനെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ചന്ദ്രേട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്കിത് നമ്മുടെ ആളുകൾക്ക് കൂടി, നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി കേൾപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കഥ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് കയ്യിൽ, പക്ഷെ അത് ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കഥ കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. അങ്ങനെ ഭഗവാന്റെ ഒരു കൃപാ കടാക്ഷം കൊണ്ട് ഭഗവാന്റെ ഭക്തനായിട്ട് ഇന്നും അദ്ദേഹം ജീവിക്കുകയാണ്. ബോംബെയിലാണ് താമസിക്കുന്നത്. വളരെ നല്ലൊരു അനുഭവമാണ്. ആ ഒരു സമയത്ത് ആ കത്തി നശിക്കുന്ന ഭാഗങ്ങളൊക്കെ, ചിത്രങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വന്നിരിക്കും. ഭഗവാന്റെ ഭക്തരായ, ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ ആർക്കും ഈ ഒരു കഥ കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും കേൾക്കേണ്ടതായിട്ടുള്ള ഒരു കഥ തന്നെയാണ് എന്ന് പറയുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. അപ്പോൾ താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.